വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. അതായത് ലക്ഷദ്വീപിലെ ഒരു വ്യക്തി, ചേത്ലാത്ത് ദ്വീപിലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചികിത്സ കിട്ടാതെ 8 ദിവസം മരണപ്പെടുകയുണ്ടായി. വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാൻ ആ വാർത്ത കേട്ടത്. കാരണം ലക്ഷദ്വീപിൽ ഇത് ഒരു വ്യക്തി മാത്രമല്ല, പല വ്യക്തികളും ഇങ്ങനെ ചികിത്സ കിട്ടാഞ്ഞിട്ട് മരണപ്പെട്ടതുണ്ട്. അതായത് ഈ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് ഖാദർ എന്നാണ്. ചേത്ലാത്ത് നിവാസിയാണ്. അദ്ദേഹം ഒരു ചായക്കട നടത്തുന്ന ഒരു പാവം വ്യക്തിയാണ്. എങ്ങനെയെങ്കിലും പ്രാരാബ്ദങ്ങളുടെ കുടുംബത്തെ നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പെട്ടെന്നൊരു ഉയർന്ന രക്തസമ്മർദ്ദം എന്ന രോഗം വരികയും അബോധാവസ്ഥയിലാവുകയും അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉയർന്ന ചികിത്സയ്ക്കായിട്ട് ഇവാക്വേഷൻ ചെയ്യണമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ തുടർന്ന് ഹെലികോപ്റ്ററൊക്കെ ഇൻഫർമേഷൻ ചെയ്തിട്ട് കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ഹെലികോപ്റ്റർ എയർ ആംബുലൻസ് വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. അങ്ങനെ അവർ തുടർന്ന് ബന്ധുക്കളും വേണ്ടപ്പെട്ട അധികൃതരൊക്കെ ലക്ഷദ്വീപിലെ വേണ്ടപ്പെട്ട അധികൃതരെ ഇത് അറിയിക്കുകയും എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ ഇവാക്വേഷൻ ചെയ്യാൻ വേണ്ടി അറിയിക്കുകയുണ്ടായി. പക്ഷേ അവരൊക്കെ കൈയൊഴിയുകയായിരുന്നു. വളരെ സിമ്പിളായിട്ട് കാലാവസ്ഥ മോശം എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് അവരൊക്കെ കൈയൊഴിയുകയായിരുന്നു. തുടർന്ന് ഈ വ്യക്തി ദ്വീപിൽ തന്നെ മരണപ്പെടുകയായിരുന്നു. ഈ ഒരു സംഭവം ലക്ഷദ്വീപിൽ ഒരുപാട് പേര് അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. കാരണം ലക്ഷദ്വീപിൽ അന്നും ഇന്നും ഒരേ അവസ്ഥയാണ്. കാരണം പണ്ട് എങ്ങനെയാണോ അതേ അവസ്ഥ തന്നെയാണ് ഇന്നും. ടെക്നോളജി ഇത്ര വളർന്നിട്ടുകൂടി ഹോസ്പിറ്റൽ ഒരു ഫെസിലിറ്റീസും ഇല്ലെന്ന് തന്നെ പറയാം. കാരണം അഗത്തിയിൽ കവരത്തിയിലൊക്കെ വലിയ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ട് കൂടി ഏതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലും ലക്ഷദ്വീപിലെ ആളുകളെ അവിടെ നിന്ന് ഇവാക്വേഷൻ ചെയ്യുന്ന അവസ്ഥയാണ് ഇന്നും നിലവിലുള്ളത്. ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് പലരെയും 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കപ്പലിൽ അത്ര വേദന സഹിച്ചിട്ട് ഒക്കെയാണ് ഇവാക്വേഷൻ ചെയ്യുന്നത്, ഹെലികോപ്റ്റർ കിട്ടാത്തതിൻ്റെ കാരണത്താൽ. പക്ഷേ റയർ കേസിൽ മാത്രമാണ് ലക്ഷദ്വീപ് ഭരണകൂടം, നേവി, എയർഫോഴ്സ്, അങ്ങനെ ആർമി ആ ഒരു ഹെലികോപ്റ്റർ വഴി ഇവാക്വേഷൻ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ വളരെ റയർ കേസിൽ മാത്രമാണ്. ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലും അതേ ലക്ഷദ്വീപ് ഭരണകൂടം ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ട ചികിത്സ കൊടുക്കാമായിരുന്നു. ഏതെങ്കിലും ഒരു എയർഫോഴ്സിൻ്റെ വിമാനത്തിലെങ്കിലും ഇദ്ദേഹത്തിന് ഇവാക്വേഷൻ ചെയ്തിട്ട് ചികിത്സ കൊടുക്കാമായിരുന്നു. പക്ഷേ ലക്ഷദ്വീപ് ഭരണകൂടം അതും ചെയ്തിട്ടില്ല. വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നും ലക്ഷദ്വീപിൽ ജനങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുന്നു. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിപ്പില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും ട്രാവൽ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും കുറച്ച് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഈ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഇത് ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപ് നിവാസികൾ ഗേൾസും ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പ്രതിഷേധിക്കുന്നതാണ്. അപ്പോൾ അവരെ അടിച്ചമർത്തുന്ന പോലീസുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണാൻ പറ്റും. അതായത് അവിടുത്തെ സ്കൂളുകളൊക്കെ അടച്ചു പൂട്ടുന്ന ഒരു സാഹചര്യം കൂടി ലക്ഷദ്വീപ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയാണ് ഇത് പ്രതിഷേധിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ലക്ഷദ്വീപിൽ നിലനിൽക്കുന്നുണ്ട്. അതിലേറെ പ്രയാസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ കേട്ട വാർത്തയാണ്. ചികിത്സ കിട്ടാതെ ഒരു വ്യക്തി മരണപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ ഖേദകരമാണ്. അതും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഒരു സിറ്റുവേഷൻ, അതായത് ടെക്നോളജി ഇത്രയധികം വളർന്ന സാഹചര്യത്തിൽ ലക്ഷദ്വീപ് ജനങ്ങൾ ചികിത്സ കിട്ടാതെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ഇവാക്വേഷൻ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഷിപ്പിലൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ അപര്യാപ്തി മൂലം ഒരുപാട് പേർക്ക് ഇങ്ങനെ മരണപ്പെടാറുണ്ട്. ഒരുപാട് പേര് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആകാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നിലനിൽക്കുന്നുണ്ട് ലക്ഷദ്വീപിൽ. അപ്പോൾ ലക്ഷദ്വീപ് ഭരണകൂടം എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം കാണട്ടെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഖാദർ വ്യക്തിയുടെ കബറിടം പടച്ചവൻ വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഓരോ കാര്യങ്ങൾ പറയാനും വീഡിയോ ചെയ്യാനുള്ളൊരു ഇതുണ്ടാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക.